നമസ്കാരം. എൻ്റെ പേര് ബാബു ചേരമൻ. ഇന്നും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടേതായിരിക്കുന്ന മുൻപിൽ വന്നിരിക്കുകയാണ്. അതായത് എനിക്കിന്ന് പറയുവാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കറുടേതായിരിക്കുന്ന ജീവിതത്തിൻ്റെതായിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ളത്. 1891 മഹാരാഷ്ട്രയിൽ ബറോഡ എന്ന ഗ്രാമത്തിലാണ് ഡോക്ടർ BR അംബേദ്കർ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ജനന സമയങ്ങളിലൊക്കെ അടിച്ചമർത്തലുകളുടേതായിരിക്കുന്ന വലിയ വിഷയങ്ങളുടേതായിരിക്കുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ സവർണരിൽ നിന്നൊക്കെ ധാരാളം മാനസികമായിരിക്കുന്ന പീഡകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതായിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പഠിക്കാൻ പോകുന്നതായിരിക്കുന്ന അവസരത്തിൽ മറ്റുള്ളതായിരിക്കുന്ന സമൂഹത്തിലെ ഉന്നതരായിരിക്കുന്ന കുട്ടികളോട് ചേർന്ന് ഇരുന്ന് പഠിക്കുവാൻ നോക്കുള്ളതായിരിക്കുന്ന സാവകാശം ഉണ്ടായിരുന്നില്ല. താനൊരു ചാക്കുമായിട്ട് സ്കൂളിൽ പോകും, തിരികെ വരുമ്പോൾ ആ ചാക്ക് തിരിച്ച് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു തൻ്റെതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ. ചെറുപ്രായത്തിൽ തന്നെ ധാരാളം മുറിവുകൾ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റത് മുഖാന്തരമായിട്ട് വേദനിച്ചിട്ടുണ്ട്. വേദനിക്കുന്ന സന്ദർഭമൊക്കെയും ഈ സാമൂഹിക അനീതിക്ക് എതിരെ ഞാൻ പോരാടും എന്നുള്ളതായിരിക്കുന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയത്രേ താൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ചെയ്യുവാനിടയായി തീർന്നു. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ, ഗാന്ധി, നെഹ്റു ഇവർ 3 പേരും ഒരേ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതായിരിക്കുന്ന മഹൽ വ്യക്തികളാണ്. ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളാണ്. അവിടുതായിരിക്കുന്ന ആധിപത്യത്തിലാണ് ഇന്ത്യയുടേതായിരിക്കുന്ന പോക്കുകൾ, കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ പല പ്രാവശ്യമായിട്ട് ഗാന്ധിയും അംബേദ്കറുമായിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഗാന്ധി അംബേദ്കറുടേതായിരിക്കുന്ന ആശയമായിട്ട് യോജിച്ച് പോകുന്നതായിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹം മാനവികത, സ്നേഹം, സമത്വം, സാഹോദര്യം ഇതൊക്കെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതായിരുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഒരിക്കൽ ബ്രിട്ടീഷുകാരോട് താൻ ആവശ്യപ്പെട്ട് ദളിതർക്ക് 2 വോട്ടവകാശം വാങ്ങുവാനിടയായി തീർന്നു. 2 വോട്ടവകാശം വാങ്ങി അങ്ങനെ ഭവനത്തിൽ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഗാന്ധി അംബേദ്കർ ചോദിച്ചു, അല്ലയോ പ്രഭു, എന്താണെന്ന് മുഖത്തൊരു സന്തോഷമുണ്ടല്ലോ എന്ന് ചോദിച്ചു. പലപ്പോഴും ഗാന്ധി അംബേദ്കറെ പ്രഭു എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട്. ഗാന്ധിയുടേതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും ഗാന്ധിക്ക് അറിവിലും ജ്ഞാനത്തിലും ഒരു പടി ഉയരത്തിൽ തന്നെയായിരുന്നു അംബേദ്കറുടേതായിരിക്കുന്ന സ്ഥാനം. ഗാന്ധിക്ക് എപ്പോഴും മഹാൻ തന്നെ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അങ്ങനെ ഈ സന്തോഷവേളയിൽ ഗാന്ധി ചോദിച്ചു, അല്ലയോ പ്രഭു, എന്താണ് അങ്ങേതായിരുന്ന മുഖത്തൊരു സന്തോഷമുണ്ടല്ലോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. അപ്പോഴേ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഗാന്ധിയോട് പറയുവാനിടയായി തീർന്നു, ഞാൻ എൻ്റെതായിരിക്കുന്ന ജനതയ്ക്ക് വോട്ടവകാശം വാങ്ങിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതും 2 വോട്ടവകാശം.
അപ്പോഴ് ഗാന്ധി ഡോക്ടർ BR അംബേദ്കറോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം, ഈ വോട്ടവകാശം ഞങ്ങൾ വില കൊടുത്തു വാങ്ങും എന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞത്, ഒരു കാലത്ത് എൻ്റെ ജനത വോട്ടിൻ്റെതായിരിക്കുന്ന വില മനസ്സിലാക്കും, ആ വേളയിൽ നിങ്ങൾ പരമനാരികളായി മാറുമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ പിന്നീട് നമ്മൾ ആ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഈ 2 വോട്ടവകാശം നേടിയതിൻ്റെ പരിണത ഫലമായി ഗാന്ധി സത്യാഗ്രഹം കടക്കുവാനിടയായി തീർന്നു. അങ്ങനെ സത്യാഗ്രഹം കടന്ന് താൻ മരണത്തിൻ്റെതായിരിക്കുന്ന അവസരങ്ങളിലേക്ക് എത്തിയപ്പോൾ ഡോക്ടർ BR അംബേദ്കർ തീരുമാനിച്ചു, ഞാൻ മുഖാന്തരം ഒരു വിഷയമുണ്ടാകണ്ട എന്ന് തീരുമാനിച്ചിട്ട് 2 വോട്ടവകാശം എന്നുള്ളത് 1 വോട്ടവകാശമാക്കി കുറച്ച് അധികാരപത്രം ബ്രിട്ടീഷുകാരോട് വാങ്ങുവാനിടയായി തീർന്നു. സത്യാഗ്രഹത്തിൽ നിന്ന് ഗാന്ധി പിന്മാറുവാൻ ഇടയായി തീരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തികച്ചും ഒരു സനാതന മാർഗത്തിൻ്റെ വക്താവ് തന്നെ ആയിരുന്നു ഗാന്ധി. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ അങ്ങനെ ആയിരുന്നില്ല. അപ്പോഴ് ആ കാലഘട്ടങ്ങളിൽ ദലിതരായിരിക്കുന്ന ഉന്നമനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുവാനൊക്കെ ഡോക്ടർ BR അംബേദ്കർ സന്നദ്ധനായി തീർന്നു. താനെ പുസ്തകങ്ങൾ എഴുതുകയും അന്നുണ്ടായിരുന്ന സാമൂഹിക അനീതിക്ക് എതിരെ താൻ ധാരാളം പ്രസംഗത്തിൽ കൂടെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിലുള്ളതായിരിക്കുന്ന സവർണർ ഒന്നും തന്നെ അതൊന്നും അംഗീകരിക്കുവാൻ ഇടയായി തീർന്നില്ല. തൻ്റെതായിരിക്കുന്ന വാക്കുകൾ ഒന്നും തന്നെ അവർ അംഗീകരിച്ചില്ല, വില കൽപ്പിക്കുവാൻ ഇടയായി തീർന്നില്ല. അപ്പോൾ എന്നാൽ കാലങ്ങളും കാലഘട്ടങ്ങളും അങ്ങനെ കഴിഞ്ഞുപോയി. ഇന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഈ മഹാനായിരിക്കുന്ന വ്യക്തിയുടേതായിരിക്കുന്ന ചരിത്രങ്ങളൊന്നും തന്നെ ഒരു ചരിത്ര പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിയുടേതായിരിക്കുന്ന ചരിത്രങ്ങൾ പല പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് അധ്യാപകരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മകൾ വ്യക്തിയായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ ആ ചരിത്രങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, എക്കാലത്തും നമ്മുടേതായിരിക്കുന്ന ഇന്ത്യ സാമ്രാജ്യം ഭരിക്കുന്നത് സവർണരാണ്. സവർണരായിരിക്കുന്ന ആധിപത്യത്തിൽ ഭരണം നടക്കുന്നിടത്തോളം ദളിതരായിരിക്കുന്നവരുടേതായിരിക്കുന്ന ചരിത്രങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്താറില്ല. ഈ കഴിഞ്ഞ സമയം മാളവിക ബിന്നി എന്ന ഡോക്ടറേറ്റ് നേടിയതായിരിക്കുന്ന ആ ലേഡിയുടേതായിരിക്കുന്ന വീഡിയോ ഞാൻ കാണുവാനിടയായി തീർന്നു. അപ്പോൾ ഡോക്ടറേറ്റ് നേടുക എന്ന് പറയുമ്പോൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കി കൊടുത്ത് അങ്ങനെ അതിന് മാർക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറേറ്റ് സർവകലാശാലകൾ നൽകുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അപ്പോൾ അവരുടേതായിരിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് തന്നെ ഇവർ നല്ല പ്രായമുള്ളതായിരിക്കുന്ന ഒരു ദളിത് അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പ്രബന്ധങ്ങൾ തയ്യാറാക്കാനായിട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അവർ ഈ അമ്മച്ചി ഈ ഡോക്ടർ മാളവിക ബിന്നിയോട് പറഞ്ഞായിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് പറയുകയാണ്. ഹിന്ദുക്കളായിരിക്കുന്ന സവർണർ എന്തോ അത്ഭുത സിദ്ധിയുള്ളതായിരിക്കുന്ന വൃക്ഷമായിട്ടാണ് ആലിനെ കാണാറുള്ളത്, ആൽമരം, ആൽവൃക്ഷം. അപ്പോൾ അതിനെക്കുറിച്ച് അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോഴാണ് ഈ അമ്മച്ചി സങ്കടത്തോടൊരു കാര്യം പറയുന്നത്. അടിമ കാലഘട്ടങ്ങളിൽ ഇവരുടേതായിരിക്കുന്ന അമ്മമാര് ആയിരിക്കുന്നവരെ ഈ സവർണറായിരിക്കുന്ന ആൾക്കാർ ഓടിക്കും. അവിടെ ആയിരിക്കും ദേശത്തിന് വഴിപ്പെടാതിരിക്കുമ്പോൾ ഇവർ ഓടിച്ചു കൊണ്ടുവന്ന് ആരിൽ ദളിത് സ്ത്രീകളെ പിടിച്ചു കെട്ടിയിട്ട് ഇവർ വസ്ത്രമെല്ലാം ഉരിഞ്ഞ് മുലക്കച്ചയായിട്ട് കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ട് ഓടിപ്പോകുന്ന സാഹചര്യങ്ങൾ.
അപ്പോൾ ആ മാതാവ് ഡോക്ടർ മാളവിക ബിന്നി എന്ന ലേഡിയോട് പറഞ്ഞത്, ആലിൻ്റെതായിട്ടും ചരിത്രം അങ്ങനെയാണ്. ആല് കാണുമ്പോൾ ഇന്നും ഞങ്ങൾക്കൊക്കെ പേടിയാണ് മോളെ എന്ന സങ്കടത്തോടു കൂടിയാണ് അവർ ആ ചരിത്രം ഈ ഡോക്ടർ മാളവിക ബിന്നിയോട് പറയുവാനിടയായി തീർന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറുടേതായിരിക്കുന്ന കാലഘട്ടവും ഇന്നുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടിമത്തമില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു വസ്തുത മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റ് പല രീതികളിലും ദളിതർ അടിമത്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.